നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്. അരുൺ പറഞ്ഞു മാസ്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു, അവിടെ ഇൻഹാലേഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മാസ്കുകൾ അവൈലബിൾ ഉണ്ട് അല്ലേ, ഫിൽട്രേഷൻ കപ്പാസിറ്റി ഉള്ള. ഞാനത് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ ആ മാസ്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഈ ഹസാർഡ് അല്ലെങ്കിൽ എന്ത് മൈക്രോ ഓർഗാനിസം ആണ് ഉള്ളത്, അതിൻ്റെ എയർബോൺ സൈസ്, എയറോഡൈനാമിക് ഷേപ്പ്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞാൽ അതിന് വേണ്ട മാസ്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആവുമോ? ഇല്ല. സോ അത് നമ്മൾ പറയണം, എന്താണ് ഇൻഹാലേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഹാലേഷൻ ഉള്ള ഒരു ഹസാർഡ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ലേ. ആൾക്കാർ അവിടെ അതിനടുത്ത് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൾക്കാർക്ക്. പ്രിക്കോഷൻ അല്ല നമ്മൾ ചോദ്യം. നിങ്ങളെല്ലാവരും പ്യൂർലി സേഫ്റ്റി ഓഫീസേഴ്സോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും അൺസേഫ് ആക്ടും അതുപോലെ കണ്ടീഷനും അതിന് കൺട്രോൾ മെഷറും പുറത്തു വരുന്നത്. റോഡിൽ കിടക്കുന്ന സ്റ്റാഗ്നേറ്റഡ് വാട്ടർ ആണോ അതോ ഡീസൽ സ്പില്ലാണോ? മേ ബി രണ്ടും നിങ്ങൾക്ക് പറയാം. ഡീസൽ സ്പിൽ, ഓയിൽ സ്പിൽ. ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് സ്റ്റാഗ്നേറ്റഡ് വാട്ടർ, കണ്ടാമിനന്റ് വാട്ടർ. സാറ് ചോദിക്കുന്നത് ഇതിന്റെ ഹസാർഡ്സ് ആണോ? ഇതിന്റെ കറക്റ്റ് ഹസാർഡ്സ് ആണോ? കെമിക്കൽ ആൻഡ് ഹസാർഡസ് സബ്സ്റ്റൻസസുമായിട്ട് ബന്ധപ്പെട്ട ഹസാർഡ്സ്, സാധാരണ ഹസാർഡ്സ് അല്ല. എയർ പൊല്യൂഷൻ വരുന്നില്ലേ? എന്താണ് എയർ പൊല്യൂഷൻ? എക്യുപ്മെന്റ് അത് സേഫ്റ്റി ഹസാർഡ് അല്ലേ? എൻവയോൺമെന്റൽ ഹസാർഡ്സിനെ കുറിച്ചാണോ? അങ്ങനെ അതാണോ? കെമിക്കൽ ആൻഡ് സബ്സ്റ്റൻസ് നമ്മൾ കോഷാണ് ചെയ്യുന്നത്. നമ്മുടെ ചോദ്യം കെമിക്കൽ ആൻഡ് അല്ലെങ്കിൽ ഹസാർഡസ് സബ്സ്റ്റൻസസ്, ഇറിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള അതതിന്റെ എഫക്ട്സ് അല്ലേ? ഹസാർഡ് കോണ്ടാക്ട് ആയുള്ള ഔട്ട്കം ആണ് ഇപ്പൊ പറയുന്നത്. നമ്മള് ഹസാർഡിനാണ്. ക്രെയിൻ ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു പ്ലാന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കതിനെ തൽക്കാലം ഈ സിമെന്റ് പ്ലാന്റ് ആയിട്ടോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻഹലേഷൻ അല്ലെങ്കിൽ ഡസ്റ്റ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കെമിക്കൽ ഹസാർഡസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇതിനൊന്നും പറ്റില്ല. സിമെന്റ് ആക്ച്വലി എയർബോൺ ഇതല്ലേ, നമുക്കത് ഒരു ഇൻഹാലേഷൻ ഉള്ള ഹസാർഡാണ്. താഴെ ഇരുന്ന് കട്ട് ചെയ്യുന്ന ആള് ആ എക്യുപ്മെന്റ് ക്ലോസ് ആയിട്ടല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഇപ്പോ എക്സോസ്റ്റ് വരുന്നത് ശ്വസിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ഇൻഹലേഷൻ? ഇവിടെ അതൊരു ഇങ്ങനെ നമുക്ക് കരുതാം, ഒരു വുഡ് പീസ് ആണെന്ന്. വുഡ് ഡസ്റ്റ് ആക്ച്വലി ഒരു ഹസാർഡസ് ആണ് അല്ലേ? അതെ, ഒരു ഹസാർഡസ് സബ്സ്റ്റൻസ് ആണ് വുഡ് ഡസ്റ്റ് എന്ന് പറയുന്നത്. ഈവൻ കട്ടി കൂടിയ മരങ്ങളുണ്ടല്ലോ, തേക്ക്, അതെല്ലാം ഈവൻ നേസൽ ക്യാൻസറിന് വരെ പോസിബിൾ ചാൻസ് ഉള്ളതാണ്. സാർ അയാള് അതിന്റെ ഷീൽഡ് ഒന്നും വെച്ചിട്ടില്ല, പിന്നെ അതേപോലെ ഇരിക്കുന്ന പൊസിഷനും കറക്റ്റ് അല്ല. സോ നമുക്ക് അതും ഇതും കോഷൻ തമ്മിൽ എന്താണ് റിലേഷൻ? നമ്മൾ കോഷാണ് ചെയ്യുന്നത്. ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ക്യാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിനകത്ത് അല്ലേ? അതെ, നമ്മുടെ സ്കാഫോൾഡിങ്ങിൽ അല്ലെങ്കിൽ വർക്ക് എലിവേറ്റഡ് ഏരിയ. ഓക്കെ, ഇൻഫ്ലേമബിൾ. പിന്നെ എക്സ്കവേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എക്സ്കവേഷൻ ആണോ സാർ ഇവിടെ? ഓക്കെ, എക്സ്കവേഷനായിട്ട് എന്താണ് പ്രശ്നം? അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഗ്യാസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ? ഗുഡ് പോയിന്റ്. കാരണം പല നമ്മുടെ നാട്ടിലും അങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലത്തും ഈ ഗ്യാസ് കണക്ഷൻസോ ഇങ്ങനെയുള്ള കണക്ഷൻസോ എല്ലാം യൂട്ടിലിറ്റീസിലൂടെയാണ്. പ്രത്യേകിച്ച് വർക്ക് സൈറ്റിലേക്ക് ആകുമ്പോൾ മീൻസ് ഒരു റിഫൈനറി സൈറ്റോ, അപ്പോൾ അവിടെയൊക്കെ പല യൂട്ടിലിറ്റി ലൈൻസും അണ്ടർഗ്രൗണ്ട് ആണ്. സോ ഗ്യാസസ്. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ശരി, ഇവിടെ ഒരാൾ ഗ്രൈൻഡ് ചെയ്യുന്നില്ലേ, കാണുന്നില്ലേ നമ്മൾ ആ സ്കഫോൾഡിന്റെ മുകളിൽ ഒരാൾ ഗ്രൈൻഡ് ചെയ്യുന്നത്? സോ അത് ആക്ച്വലി ആ സ്കഫോൾഡിംഗ് പൈപ്പ് ആക്ച്വലി പെയിന്റഡ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? സ്കഫോൾഡിംഗ് എന്തോ പ്ലാറ്റ്ഫോം. സോ പെയിന്റ് ഒരു ഹസാർഡ് അല്ലേ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ? ഇനി യൂഷ്വലി ചിലപ്പോ പെയിന്റ്സ് ആ പെയിന്റിന്റെ അടിയിൽ ചിലപ്പോ സ്റ്റോറേജ് അല്ലല്ലോ. ഏത് സ്റ്റോറേജ് ചെയ്തല്ലോ.
സ്റ്റോർ ചെയ്തല്ല, പൈപ്പ് പെയിന്റഡ് അല്ലേ? ആ പൈപ്പ് പെയിന്റഡ് ആവുമ്പോ ആ ഞാൻ അതിന്റെ സാറ് പ്രൊസീജിയർ പറയുന്നത് ആ പൈപ്പ് പെയിന്റ് അടിച്ച പൈപ്പുമിൽ അദ്ദേഹം പിന്നെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ആ പെയിന്റ് ഡസ്റ്റ് ആവില്ലേ അതുകൊണ്ടുള്ള അത്? യെസ്, കറക്റ്റ്. പെയിന്റ് ഡസ്റ്റ് ഞാൻ അതിന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞത് കൂടെ കഴിഞ്ഞിട്ട്. ഇനി അതിന്റെ മറുവശ സൈഡിൽ അല്ലെങ്കിൽ ആ പൈപ്പ് തന്നെ ആക്ച്വലി മിക്കവാറും പെയിന്റിന്റെ അടിയിൽ ഗാൽവനൈസ്ഡ് ആയിരിക്കും. എന്താണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്? മെറ്റൽ പ്രൊട്ടക്ഷൻ ഫോർ കൊറോഷൻ അല്ല സർ? ആണോ? പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ അല്ലേ ഗാൽവനൈസിങ് ചെയ്യുന്നത്? സാർ, അത് നമ്മൾ ഇലക്ട്രോളിസിസ് ആണ്. ഏതെങ്കിലും ഒരു മെറ്റലിനെ കാഥോഡ് ആക്കിയിട്ട് ഇതാക്കും. അപ്പോൾ അത് ഒരു നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്തിട്ട് അപ്പോൾ കൊറോസീവ്നെസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൊറോഷൻ ഒക്കെ നടക്കുന്നതിന്റെ റേറ്റ് കുറക്കാൻ പറ്റും. ഇലക്ട്രോളിസിസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അതിന് അതെ. ഉപയോഗിക്കുന്ന മൂലകം എന്താണ്? അതിന്റെ സാധാരണ തന്നെ ക്ലോറൈഡ് ആയിട്ടുള്ള, ഇപ്പോൾ ZN ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ZnCl2 യൂസ് ചെയ്യും. സിങ്ക്. അതിനാണ് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. സിങ്ക് കോട്ടഡ് ആയുള്ള അയൺസ്. സിങ്ക് ഒരു അപകടം പിടിച്ച സംഭവമാണോ? അല്ല. അല്ലേ? സിങ്ക് കത്തിച്ചാലോ? കത്തും. ചൂടായി കഴിഞ്ഞാൽ അത് ടോക്സിക് ആയി മാറും. വേണമെങ്കിൽ അതിന് കേപ്പബിൾ ആണ്. അതായത് സൾഫർ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞ ടോക്സിക് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനായി കഴിയും. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് സിങ്ക് ആക്ച്വലി വളരെ ഡെൻസ് കൂടിയ, അതായത് വെയിറ്റ് കൂടിയ മൂലകമാണ്. പീരിയോഡിക് ടേബിൾ 23ാമത്തെ മറ്റോ വെയിറ്റ് കൂടിയ മൂലകങ്ങളൊന്നാണ്. അപ്പോൾ അതിന് ഡസ്റ്റിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈവൻ എയർബോൺ ആണെങ്കിലും അതിന് മാസ് കൂടുതലുള്ളതാണ്. എന്താണ്, ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ അത് സെഡിമെന്റ് ആവും, അതായത് അടിഞ്ഞുകൂടും. യൂഷ്വലി നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമുക്ക് തുമ്മിയും ചുമച്ചൊക്കെ വേണമെങ്കിൽ പുറത്ത് പോവാം, പക്ഷെ യൂഷ്വലി ഇത് ചിലപ്പോൾ അടിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി ഒരു പക്ഷെ കുറച്ചേക്കാം. അതെ. ഇനി ഇവിടെ വെഹിക്കിൾസ് കാണുന്നുണ്ട്. ഡീസൽ ഏതെങ്കിലും ഉണ്ടായിക്കൂടെ? ഡീസൽ ഒന്നാമത്തെ പോയിന്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് സർ. ഓ സോറി ഞാൻ കണ്ടില്ല കേട്ടോ. അത് ഞാനത് സ്ക്രോൾ ഡൗൺ മീൻസ് പെട്രോള്. പിന്നെ ഇതിനകത്ത് ഈ ഫ്രണ്ട് എൻഡ് ലോഡറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? 11-13 ആളുകൾ. സോ ഇതിനകത്ത് ഗ്രീസ് യൂസ് ചെയ്തില്ലേ? ഉവ്വ. ഇത് ഹൈഡ്രോളിക് സിസ്റ്റം അല്ലേ? അതെ, ഹൈഡ്രോളിക് ഓയിൽസ് വരും, ലൂബ് ഓയിൽ വരാം. പിന്നെ എന്തെങ്കിലും ഇതൊരു വർക്ക് സൈറ്റില്ല, നമുക്കിവിടെ സ്നേക്കിനെ കൺസിഡർ ചെയ്തുകൂടെ? അതെ. ഡസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല സർ. ഉം? ഡസ്റ്റ് സോയിൽ ഡസ്റ്റ്, ഡസ്റ്റിന്റെ പേരെന്തായിരുന്നു? സിലിക്ക. സിലിക്ക. വേറെ ഡസ്റ്റ് കൂടെ ഉണ്ട് ആക്ച്വലി. ഓക്സൈഡ്സ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക ഈ വർക്കിൽ? മെറ്റൽ പാർട്സ് കട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് സർ. മെറ്റൽ പാർട്സ് കട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റീൽ പൈപ്പ് കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് സ്റ്റീൽ എന്ന് പറയുന്നത് മെറ്റലാണ്, മീൻസ് അതാണ് മെറ്റൽ. ഇനി അത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓക്സൈഡ് വരുന്നത്? ലൈക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഫ്യൂംസ് ഓക്സിജൻ ആയിട്ട് മിക്സ് ചെയ്യും, അങ്ങനെയാണോ? അല്ല, നമ്മൾ ഈ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വീലുണ്ടല്ലോ, ഗ്രൈൻഡിങ് വീൽ അല്ലെങ്കിൽ കട്ടിംഗ് വീൽ എന്ന് നമ്മൾ സാധാരണ പറയും. Okay. അത് മെറ്റലാണോ? നോക്കിയിട്ടുണ്ടോ? മെറ്റൽ അല്ല, അത് മെറ്റീരിയൽ എന്താണെന്ന് അറിയില്ല. മെറ്റൽ അല്ല അത്. അതൊരു മിക്സ്ചറാണ്. അയൺ, കോപ്പർ ഓക്സൈഡ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഇതുകളുടെ മിക്സ്ചറാണ്. സോ ആ ഡസ്റ്റ് ആക്ച്വലി നമുക്ക് അപകടമാണ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് ഗുഡ് എനിവേ. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ കാണാതെ പോയിട്ടുള്ള എന്തെങ്കിലും ഹസാർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യു ക്യാൻ ട്രൈ. എന്തെങ്കിലും പോസിബിൾ കെമിക്കൽസ് ഉണ്ടെങ്കിൽ. ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം? ഹീറ്റ് എന്താണ് അതിൽ കെമിക്കൽ പ്രശ്നം? എന്താണ് ഹീറ്റുമായിട്ട്? നമ്മളിപ്പോൾ ഫുള്ളി കെമിസ്ട്രി മാത്രം, കെമിക്കൽസും ഇതും മാത്രമേ ഉള്ളൂ. ഹീറ്റ് ഇപ്പം ഓവർ ഹീറ്റ് ഒക്കെ ആണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കാനുള്ള സാധ്യതയില്ലേ അവിടെ? പ്രത്യേകിച്ച് കെമിക്കൽ സ്റ്റോറേജ് ഏരിയകളൊന്നുമില്ല, ഓപ്പൺ ആയിട്ട് വെച്ചേക്കാണ്. പിന്നെ ആ ഈ വേസ്റ്റിനകത്ത് കെമിക്കലിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതാണ് നമ്മുടെ ഇവിടുത്തെ കോഷിൽ കണ്ടെത്തേണ്ട ഹസാർഡ്. ആ ഓക്കെ.
നമ്മുടെ ചിന്ത എപ്പോഴും കോസ്റ്റ് അസസ്മെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡൈവേർട്ടായി പോകാൻ പാടില്ല. നിങ്ങൾ ഫുള്ളി ഹസാർഡസ് സബ്സ്റ്റൻസ്, ഈവൻ കെമിക്കൽ പോലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്ത് വരും, കെമിക്കൽസും ബയോളജിക്കൽ ഏജൻസും. അപ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. പക്ഷെ ആക്ടിവിറ്റീസ് കൂടെ കൺസിഡർ ചെയ്യണം. കാരണം എന്താണ്, ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ കെമിക്കൽസ് ഫോം ചെയ്യപ്പെട്ടേക്കാം. ഉദാഹരണം ഗ്രൈൻഡിങ്. ആക്ച്വലി പെയിന്റ് അവിടെ ഒരു പ്രശ്നമല്ല, ആക്ച്വലി പെയിന്റ് ഉണ്ട്. ഇനി ആ പെയിന്റ് അല്ലെങ്കിൽ അതിനെ ഗാൽവനൈസ്ഡ് അയൺ, സിങ്ക് കോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ആ ഗാൽവനൈസ്ഡ് അയണിനെ നമ്മൾ മീൻസ് സിങ്കിനെ ചൂടാക്കുമ്പോൾ അത് മറ്റൊരു കെമിക്കൽ ഹസാർഡ് അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം രീതിയിലായിരിക്കണം നമ്മുടെ കണ്ണുകളെല്ലാം പോകേണ്ടത്. ഓക്കെ. ഇനി അടുത്ത് വേണമെങ്കിൽ ബിൽഡിംഗ് ഉണ്ട്, അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഇത് പറയുകയാണെങ്കിൽ പറയാം. ക്രിസ്റ്റലൈൻ സിലിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യണം ഈ അസസ്മെന്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഇത്രയും ഹസാർഡ്സ് ഓൾമോസ്റ്റ് നമ്മൾ ഇനി ഒരുപാട് നെറ്റ് കൊണ്ടുപോകണ്ട. ഇത്രയും ഹസാർഡ്സ് ആക്ച്വലി ഉണ്ടല്ലോ. നമ്മൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നോക്കുമോ? ശരി, ഇല്ല, കുറവല്ല നോക്കുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ പറയാം. ബാക്ടീരിയ ഒരെണ്ണം നമ്മൾ പറഞ്ഞു, ലെപ്റ്റോസ്പൈറ. അതുപോലെ വൈറസ്, കോവിഡ് ഇഷ്യൂ ഉണ്ടാവാം. പിന്നെ ഫംഗൽ ഇഷ്യൂസ് സംഭവിക്കാവുന്നതല്ലേ. നനഞ്ഞ തുണികളോ വേർത്ത തുണികളൊക്കെ നമ്മൾ ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഫംഗൽ ഇഷ്യൂസൊക്കെ വരാം, അല്ലേ? ഇത്രയും ഹസാർഡിന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ടൊന്നും സാധാരണ കോമൺ സൈറ്റുകളിൽ കോസ്റ്റ് അസസ്മെന്റ് എല്ലാ ഹസാർഡ്സിനും തിരഞ്ഞെടുത്ത് ചെയ്യുന്നില്ല. അവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് കുറച്ചുണ്ടാവും, അതിനൊക്കെ ആയിരിക്കും മിക്കവാറും പെയിന്റ്, സോൾവെന്റ്സ്, സിമെന്റ്, ഇതിനൊക്കെ ആയിരിക്കും. പിന്നെ ആഷിദ് ചോദിച്ചല്ലോ എൻ്റെ അടുത്ത് ഈ പെയിന്റിന് ഇത്ര പ്രശ്നമുണ്ടോന്ന്. ആഷിദ് ഖത്തറിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും. ഖത്തറിൽ ഖത്തർ കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഞാൻ കണ്ടതിൽ നല്ല ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്ന കമ്പനിയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ഹോട്ട് വർക്ക് ചെയ്യണം, ഒരു ഗ്രൈൻഡിങ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിലടിച്ചിട്ടുള്ള പെയിന്റ് ഒരു പൈപ്പ് ലൈൻ മാറ്റുകയാണ്. റീപ്ലേസിങ് ഒരു പൈപ്പ് ലൈൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഡിമോളിഷൻ ചെയ്തിട്ട് അതിനെ ഡീകമ്മീഷൻ ചെയ്തിട്ട് അതിനെ ആ പീസ് കട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വരുമ്പോൾ ഇൻവോൾവിങ് കട്ടിങ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള പെയിന്റ് എല്ലാം ചുരണ്ടി എടുത്ത് ലാബിൽ ടെസ്റ്റിന് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം, റിസൾട്ട് വന്ന് അവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ നിർദ്ദേശപ്രകാരം വേണ്ട പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു കട്ടിങ് ആക്ടിവിറ്റി അവിടെ നടക്കുകയുള്ളൂ. സോ അപ്പം അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതിന് കാരണമുണ്ട്. ആരെങ്കിലും ദുബായിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഇല്ല. ഹെമ്പലിൻ്റെ ആണോ അതോ വേറെ ചില പെയിന്റുകൾ ദുബായിൽ ബാൻഡാണ് ആക്ച്വലി, അറിയാവോ? ലെഡ് ഉള്ള ചില പെയിന്റ്സ് ഇല്ല. ഹെമ്പൽ എന്ന് പറഞ്ഞ എന്താ പറയാ, നമ്മുടെ ബെസ്റ്റ് പെയിന്റുകളാണ്. വേറെ നിങ്ങളുടെ അവിടെയൊക്കെ ഉള്ള കിഷോർ അവിടെയുള്ള പെയിന്റ് ഏതാണെന്ന് വല്ല പിടിയുണ്ട്? മീൻസ് നോക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ അങ്ങനെ പെയിന്റ്സിനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ സൗദിയിൽ അങ്ങനെ ബാൻ ചെയ്തിട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അത് ദുബായിൽ ചെയ്തിട്ടുള്ള ഞാൻ ഉള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ലെഡ് കണ്ടന്റ് ഉള്ള പെയിന്റ്സ് അത് വളരെ ഡേഞ്ചറസ് ആണ് ആക്ച്വലി. ആ പെയിന്റിലുള്ള സോൾവെന്റ്സും ഇതൊക്കെ പ്രശ്നക്കാരാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു കാർസിനോജനിക് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് അതിനെ ബാൻ ചെയ്യുന്നത്. ഇനി കെമിക്കൽസിന് ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ചില ഗ്രൂപ്പായിട്ട് മാറ്റും. ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ആക്ച്വലി കെമിക്കൽസിന്റെ ഗ്രൂപ്പുകൾ? ക്ലാസിഫിക്കേഷൻ ആണോ? ഇതാർക്കെങ്കിലും അറിയാവോ? ഒന്ന് ട്രൈ, നിങ്ങൾക്ക് പറ്റും, ഒന്ന് ട്രൈ ചെയ്തൊക്കെ പറ്റും. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു കാർസിനോജൻ? ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത്. മ്യൂട്ടേജൻ എന്ന് പറഞ്ഞാലോ? ജനറ്റിക് ഹെൽത്തിന്. യെസ്, ജനറ്റിക് മ്യൂട്ടേഷൻസ്. DNA സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കാസർഗോഡ് നല്ലൊരു ഉദാഹരണമാണ്. എൻഡോസൾഫാൻ കേട്ടിട്ടില്ലേ? പിന്നെയുള്ളത് റിപ്രോടോക്സിക്. സാർ, ഇത് കെമിക്കലിനെ ഡിവൈഡ് ചെയ്താണോ?
കെമിക്കൽസിന്റെ ഗ്രൂപ്പാണ് ആക്ച്വലി സാധാരണ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. CMR ഗ്രൂപ്പ് എന്ന് പറയും. ഇതിലേതെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കണം. അതിന് ഓക്കെ. കെമിക്കൽസിനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ പ്രകാരം അസസ് ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ കോഷ് അസസ്മെന്റിന്റെ. ഇനി നമുക്ക് അസസ്മെന്റിലേക്ക് പോയാലോ? അസസ്മെന്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? സാർ CMR എന്ന് പറഞ്ഞ എന്തായിരുന്നു സാർ? കാർസിനോജൻ എന്ന് പറയുന്നത് കെമിക്കൽസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും സാധാരണ ആ. അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട്. അതായത് കാർസിനോജൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണം മായേക്കാവുന്ന കെമിക്കൽസിനാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ ഡീസൽ സ്കിൻ ക്യാൻസറിന് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഇനി മ്യൂട്ടേഷൻ, ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ഒരു കെമിക്കൽ അല്ലായിരുന്നത്, ഒരു കീടനാശിനി. ആ. പക്ഷെ അതുകൊണ്ട് തലമുറകളെ വരെ ബാധിച്ചു അല്ല അത്. അവരിലുള്ള നിലവിലുള്ള ആൾക്കാരിൽ ഉണ്ടായ അവരുടെ DNA സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടാണ് കുട്ടികളെ കൂടെ ബാധിച്ചത്. സോ അത് ജനറ്റിക് മ്യൂട്ടേഷൻ. ഇനി റിപ്രോടോക്സിക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഏകദേശം. അതായത് ബർത്ത് ഡിഫക്റ്റ്, ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, ഇതൊക്കെയല്ലേ ഇതിനൊക്കെ കാരണമാകാവുന്ന കെമിക്കൽസ്. ഇപ്പൊ പലരും പറയാറുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഒരു ത്രെറ്റാണ്, കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഒരു പണ്ട് പോലെ ഒരു കോൺസെപ്റ്റ് നിലവിലുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കും അറിയത്തില്ല. ഞാനിതുവരെ ഒരു ഫീൽഡായിരുന്നു, എനിക്കൊരു മോളുണ്ട്. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. സോ ഇനി നമുക്ക് ഇവരൊന്ന് ഈ ഇത്തരം നോളജാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇതിൽ വേണ്ടത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കെമിക്കലിനെ എടുത്ത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം, കോഷ് അസസ്മെന്റ് ചെയ്ത് നോക്കാം, അസസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡോക്യുമെന്റുകൾ ഞാൻ ഓരോന്നായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരാം. ബെറ്റർ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആക്ച്വലി സ്ക്രീൻ ഷെയർ ആയിരിക്കും ബെറ്റർ. സ്ക്രീൻ ഷെയർ ആകുമ്പോൾ ഒന്ന് പറയണേ. ആയിട്ടുണ്ട് സാർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു ഹസാർഡിനെ നിങ്ങളിവിടെ കണ്ടെത്തി, അങ്ങനെ കരുതിക്കോ. ഒരു കെമിക്കലിന് വേണ്ടിയുള്ള ഒരു കോഷ് അസസ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട നമുക്ക് ഇൻഫർമേഷൻ, ഒരു കെമിക്കലിനെ കുറിച്ച് അതിന്റെ സ്വഭാവങ്ങളെയും പ്രോപ്പർട്ടിനെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻഫർമേഷൻ പല സോഴ്സിൽ നമുക്ക് എടുക്കേണ്ടി വരും. ഇന്റേണൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ ഈവൻ ഗവൺമെന്റുകൾ തരുന്ന ഇൻഫർമേഷൻസ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്. ഇപ്പോൾ എബോള വൈറസ് ഒന്നും നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലല്ലോ, യൂഷ്വലി നോ. സോ പക്ഷെ ആഫ്രിക്കയിൽ നിന്ന് അത് നമ്മുടെ കൺട്രിയുടെ തന്നെ പുറത്തുനിന്നാണ് വരുന്നത് അല്ല അത്ര ഇൻഫർമേഷൻസ്. അതുപോലെ ചില ഈവൻ കോവിഡ് തന്നെ പറയുന്നത് ചൈനയിൽ നിന്നാണ് പുറത്തു വന്നുള്ളതാണ് അല്ലേ. സോ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് എക്സ്റ്റേണൽ ആണ്. ഇനി ഇന്റേണൽ ആയിട്ട് നിയമങ്ങളും ഒക്കെ നമ്മുടെ സൈറ്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം ഇന്റേണൽ ഇൻഫർമേഷൻ സോഴ്സുകളാണ്. ഈവൻ പഴയ റിസ്ക് അസസ്മെന്റ്, അതിൻ്റെ മെറ്റീരിയൽ, ഇതുപോലത്തെ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ. ആക്ച്വലി മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. കാരണം അത് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത് പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ, ഒരു സപ്ലയർ ആണെങ്കിൽ, ഇപ്പോൾ സിമെന്റ് നമ്മൾ കമ്പനിയിൽ ഉണ്ടാക്കുമോ? നമ്മൾ വർക്ക് സൈറ്റിൽ ഇല്ല, നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ബാഗുകളായിട്ട്. സോ അവർ പ്രൊവൈഡ് ചെയ്യും അതിനുള്ള സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ സോഴ്സ് എല്ലാം നമ്മൾ കോഷ് അസസ്മെന്റ് ചെയ്യുമ്പോൾ പരിഗണിക്കണം. ഈവൻ പ്രൊഡക്റ്റ് ലേബലിംഗ്, അതുപോലെ ഇതൊക്കെ പറയുന്നത് ആക്ച്വലി വലിയൊരു ടോപ്പിക്കാണ് കേട്ടോ. ഹസാർഡസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ശരി ലെങ്തി ഉള്ള ടോപ്പിക്കാണ്. നമ്മൾ ആരും വിചാരിക്കാത്ത അത്രയും വലിയൊരു മേഖലയാണത്. ഹാസ്കോം നമുക്കൊരു ക്ലാസ് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. അടുത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്ലാസ് വയ്ക്കുന്നുണ്ട് ഹാസ്കോമിന് വേണ്ടി. സോ നമ്മളിവിടെ ഒരു MSDS യൂസ് ചെയ്തുകൊണ്ടൊരു കെമിക്കലിനെ കോഷ് അസസ്മെന്റ് ചെയ്യാൻ പോവാണ്. സാധാരണ ഒരു MSDSനകത്ത് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിനകത്ത് 16ഓളം ടൈപ്പ് ഇൻഫർമേഷൻ ഉണ്ടാകും. അപ്പോൾ ഓരോ സെക്ഷനിലും, ഓരോ 1 തൊട്ട് 16 വരെയുള്ള ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് വരുന്നത് നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് കണ്ടു നോക്കി പോകാം. അപ്പോൾ നിങ്ങൾക്കും ചെറിയൊരു ഐഡിയ കിട്ടും. ഇത് തന്നെ ഈ സെയിം പീസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. ഇത് ചെയ്യാനുള്ളൊരു ഫോർമാറ്റ് കൂടെ ഞാൻ അതിലിടാം. അപ്പോൾ അതൊന്ന് പ്രാക്ടീസും കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ സാർ, ഈ MSDSന്റെ അപ്ഡേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആക്കി അങ്ങനെ ഒരു ഇതുവരെ വന്നിട്ടുണ്ട് ആക്ച്വലി കേട്ടോ. ഞാൻ ആർട്ടിക്കിൾ എൻ്റെ അടുത്തില്ല, സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. കാരണം പലരും മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എല്ലാവരും മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആകും. അതെ.
അപ്പോൾ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇതാണ്. അങ്ങനെ ഒരു അപ്ഡേഷൻ GHS വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതായത് ഗ്ലോബലി ഹാർമണൈസ്ഡ് സിസ്റ്റംസ് പ്രകാരം. അങ്ങനെ പെട്ടെന്ന് നമുക്കിത് മാറ്റാനൊന്നും പറ്റത്തില്ല. സോ ഇതൊരു കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഉൾപ്രേരകം അല്ലേ? ഒരു റിഫൈനറിക്ക് അകത്ത് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. അവിടെയുള്ള എന്ത് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പ്രോസസ്സ് ആവട്ടെ, ആ പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഐറ്റം. അതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആദ്യത്തെ പാർട്ടിൽ തന്നെ കമ്പനീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിന്റെ ബ്രാൻഡ്, ട്രേഡ് നെയിം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ യൂസേജ് എങ്ങനെയാണ്, അത് സപ്ലൈ ചെയ്തത് ആര്, ഇൻക്ലൂഡിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എമർജൻസി കോണ്ടാക്ട്സ്, അഡ്രസ്സും അവരുടെ എമർജൻസി കോണ്ടാക്റ്റും ഒക്കെ. പിന്നെ രണ്ടാമത്തേലാണ് കണ്ടോ, ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ. നമ്മൾ കുറച്ച് നേരത്തെ കണ്ടിരുന്നില്ലേ, കാറ്റഗറി 1 ഇൻസെൻസിറ്റൈസേഷൻ. ഈ കാറ്റഗറി 1 എന്ന് പറയുന്നത് ഇച്ചിരി വലിയൊരു സംഭവമാണ്. ശരി, ഒരുപാട് പഠിക്കാനുണ്ട് കാറ്റഗറി